ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ ഒരു കറക്കമാണ് കേട്ടോ. ചുമ്മാ ഒരു കറക്കമെന്നല്ല, നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണേ. അപ്പം ഞാനും കുഞ്ഞുമണീസും അച്ചാച്ചനും ഉണ്ട്. അച്ചാച്ചൻ വന്നത് ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ. ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയായപ്പോൾ ഒരു ഫോൺ എടി വന്ന് കഥ തുറക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചു എവിടുത്തെ കഥ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോഴാണ് പറയുന്നത് ഞാനിവിടെ വന്നിട്ടുണ്ട് നീ കഥ തുറക്കാനേ. കഥ തുറന്നപ്പോൾ ദേ ആൾ വന്ന് മുന്നിൽ നിൽക്കുന്നു, ഒന്നും അറിയിക്കാതെ വന്നതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം വന്ന് ആൾ രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങളെയും കൊണ്ടൊന്ന് ഓറിയമാളിലൊക്കെ വന്നതാണ്. അപ്പോൾ ദേ കുഞ്ഞുമണീസ് ഞങ്ങൾ രണ്ടുകൂടെ സ്കൂട്ടറിലും അച്ചാച്ചനും കൊച്ചാളൂടെ നടന്നും വന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കയറാൻ പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. ഇവിടെ വന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്നോട് സർപ്രൈസായിട്ട് പറഞ്ഞു നീ ഒരു ഡ്രസ്സ് എടുത്തോളാനതെ. പൊതുവേ അങ്ങനെ പറയുന്ന ആളല്ല, വലുതായിട്ട് ഡ്രസ്സിനോട് കമ്പമുള്ള ആളല്ല. പക്ഷേ ഞാൻ കമ്പമുള്ള ആളാണെന്ന് അറിയാം കേട്ടോ. അങ്ങനെ എന്നോട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. കുറേ ഡ്രസ്സ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇട്ടൊക്കെ ഇങ്ങനെ നോക്കി. ആദ്യം തന്നെ നമ്മൾ എൻ്റെ ഈ ഒരു ഡ്രസ്സാണ് എടുത്തത് കേട്ടോ. അങ്ങനെ 1 2 3 ഡ്രസ്സ് എടുത്ത് എല്ലാം ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ഇടുക എനിക്കിതിൽ ഏതാണ് ഏറ്റവും നല്ലതായിട്ട് ചേരുന്നതെന്നുള്ളത്. ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒരു ചെരുപ്പ് കൂടെ എടുക്കാൻ. അങ്ങനെ 1 2 ചെരുപ്പുകളൂടെ സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ആൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൂടെ നിൽക്കുന്നതല്ല. പക്ഷേ എന്തോ ഈ പ്രാവശ്യം നമുക്ക് കൂടെ നിന്ന് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊന്നും എടുത്തു തന്നില്ല, അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാത്തിനും കൂടെ നിന്നത്. ഞാനാണെങ്കിൽ പൊതുവേ ഇങ്ങനെയുള്ള കാര്യത്തിനോടൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളുമാണ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ബില്ലിങ്ങിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു പെർഫ്യൂം സെക്ഷൻ കണ്ടത് കേട്ടോ. ഇവിടുത്തെ ഒരു ഡിയോഡ്രൻ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പെർഫ്യൂംസ് ഓരോന്നും കാണുന്നത് കേട്ടോ. ഓരോന്നും ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കി 1 2 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും നല്ല ഒരെണ്ണമായിട്ടുള്ളത് അങ്ങ് എടുക്കുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ നേരെ R&Bയിൽ കയറി. അവിടെ കയറി കുറച്ച് ഡ്രസ്സ് വാങ്ങിയപ്പോൾ ഈ അച്ഛൻ്റെ തോളെ കിടക്കുന്ന ബാഗ് ഉണ്ടോ, അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടി കേട്ടോ. അതെല്ലാം വാങ്ങി നേരെ പിന്നെ പോകുന്ന ഫുഡ് കോർട്ടിലോട്ടാണ്. നോയമ്പാണേലും എല്ലാവർക്കും ഫുഡ് വേണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ. കാരണം സൺഡേ ആയിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം വിശന്ന് തട്ട് കെട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അച്ചാച്ചൻ്റെ നോൺ വെജും ഞങ്ങൾക്ക് വെജുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വാഫൽസ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും അച്ചാച്ചനും കുറേ വെജും കാര്യങ്ങൾ സെലക്ട് ചെയ്തു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ നമ്മുടെ വടാപ്പാവ്. അതും വാങ്ങി. അതിനുശേഷം നല്ലൊരു അടിപൊളി വെജ് താലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ചാച്ചന് നോയമ്പൊന്നുമില്ല, അതുകൊണ്ട് ആൾ KFC ചിക്കനൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചിങ്ങി പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. മറ്റൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം. ബൈ.